കൗണ്ടിങ് കാസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നൊരു ലോറയായിട്ട് വന്നേക്കണം. സ്കോഡ ലോറ നിങ്ങളുടെ ഫേവറേറ്റ് വാഹനമാണ്. സ്കോഡ ലോറ ഒരുപാട് ആൾക്കാർ ചോദിച്ചു വിളിക്കേണ്ടായി വണ്ടി ഉണ്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ബ്ലാക്ക് എഡീഷനിൽ വന്നേക്കണം സ്കോഡ ലോറ എത്തിക്കുകയാണ്. 2010 ഇതിൻ്റെ മോഡൽ. സെക്കൻഡ് ഓണർഷിപ്പിൽ വന്നേക്കുന്ന വണ്ടിയാണ്. അതുകൂടാതെ തന്നെ മോഡൽ 6 മാസം പുറത്തേക്കുന്ന വണ്ടിയാണ്. അതുകൂടാതെ തന്നെ പുതിയ പേപ്പർ വാലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ നോക്കിയിട്ട് രജിസ്ട്രേഷൻ വാലിറ്റി 2025 7 മാസം വരെ രജിസ്ട്രേഷൻ വാലിറ്റി നിലവിൽ വാങ്ങിച്ച് നിൽക്കുന്നുണ്ട്. ID വാല്യൂ ആണ് ഞെട്ടിക്കുന്നത്. 5 ലക്ഷം രൂപ നിലവിൽ ID വാല്യൂ നമുക്ക് ഈ വാഹനത്തിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ വാഹനം ഫുള്ള് കണ്ടേക്കാം. ഡീസൽ ഓപ്ഷനാണ്. പിന്നെ മെയിനായിട്ട് എടുത്ത് പറഞ്ഞാൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഓട്ടോമാറ്റിക് കൂടിയാണ്. അപ്പോൾ ഓട്ടോമാറ്റിക് ലോറ അന്വേഷിക്കുന്ന ആൾക്കാർ ധൈര്യമായിട്ട് കണ്ടും പൂട്ടി വന്ന് എടുക്കാൻ പറ്റാവുന്ന വണ്ടിയാണ്. കാരണം നല്ല ബോഡി ക്വാളിറ്റി, അതേപോലെ തന്നെ ഓടിക്കാനൊക്കെ നല്ല സുഖമാണ് വണ്ടി. അപ്പോൾ ലോറ ഇഷ്ടപ്പെടുന്നവർക്ക് സ്വാഗതം. വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാം. വണ്ടി കിടക്കുന്നത് എറണാകുളത്ത് ഓർസ്കാർ എന്ന യൂസ്ഡ് കാർ ഷോറൂം ആലുവയിലാണ്. അവിടെ തന്നെ നമുക്ക് വാഹനം കണ്ടെത്താൻ പറ്റും. അതുകൂടാതെ തന്നെ നമുക്ക് വാഹനം ഫുള്ള് കണ്ടേക്കാം. അതിനുശേഷം നമുക്ക് റേറ്റും കാര്യങ്ങളും സംസാരിക്കാം. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് സ്കോഡയിലേക്കാണ് പോകുന്നത്. സ്കോഡ ലോറയാണ്. അപ്പോൾ ലോറ വാഹനങ്ങൾ എന്നും ഹരമുള്ള വാഹനമാണ്. ഒരുപാട് സുഹൃത്തുക്കൾ ചോദിക്കാനുള്ള വണ്ടിയും കൂടിയാണ്. ഒക്ടാവിയയ്ക്ക് ശേഷം ഏറ്റവും കൂടുതൽ ആൾക്കാർ സ്കോഡയുടെ അന്വേഷണമാണ്. നമ്മൾ ആ ഒരു കാലഘട്ടത്തിൽ അന്വേഷിച്ചുകൊണ്ടിരുന്ന വണ്ടിയും കൂടിയാണ് ലോറ. അപ്പോൾ ലോറ നമുക്ക് പരിചയപ്പെടുമ്പോൾ ഇത് 2010 ഇതിൻ്റെ മോഡൽ വന്നേക്കണം. ഡീസൽ ഓപ്ഷനിൽ വന്നൊക്കെ വണ്ടിയാണ്. DSG ഗിയർ ബോക്സ് ഓട്ടോമാറ്റിക് വന്ന വണ്ടിയും കൂടിയാണ്. അപ്പോൾ ഡീസൽ ഓട്ടോമാറ്റിക് നോക്കി നടക്കുന്ന ആൾക്കാർ ധൈര്യമായിട്ട് എടുക്കാൻ പറ്റാവുന്ന ഒരു കലക്കം വണ്ടിയും കൂടിയാണ് ഈ ഒരു സ്കോഡ ലോറ. വണ്ടിയുടെ ലുക്ക് നോക്കാം. ബ്ലാക്ക് ആയതുകൊണ്ട് തന്നെ നമുക്കൊന്നും പറയാനില്ല. ബ്ലാക്ക് മെറ്റാലിക് വന്നതാണ്. നല്ല പ്രസൻസ് വരുന്ന വണ്ടി കൂടിയാണ്. ഇതിൻ്റെ ടോപ്പ് വ്യൂവും കാര്യങ്ങളൊക്കെ നോക്കിയേക്കാം. ഇതാണ് വണ്ടിയുടെ ടോപ്പ് വ്യൂവും കാര്യങ്ങളൊക്കെ വന്നേക്കണം. അതേപോലെ തന്നെ നമുക്ക് ഇനി ഇതിൻ്റെ വീലാസിൻ്റെ എയർ കണ്ടീഷനിലേക്ക് ഒന്ന് നോക്കാം. വീലാസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ വീലാസ് നോക്കാം. നല്ല നീറ്റായിട്ട് വീലാസ് കാണാൻ പറ്റും. നല്ല ഗ്രിപ്പുള്ള ടയേഴ്സ് ഒക്കെ ഉണ്ട്. കുറച്ച് ഗ്രിപ്പ് കുറവാണെന്നും കുഴപ്പമൊന്നുമില്ല. സ്കോഡയുടെ ഒറിജിനൽ വീൽസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ ഫ്രണ്ടിലേക്ക് വരണമെങ്കിൽ ഇതിൻ്റെ ലിഡ് നോക്കാം. ലിഡായാലും ഒരു സ്ക്രാച്ചോടെ എന്തോ കാര്യങ്ങളൊന്നും നമുക്കൊരു ലിഡിലും കിട്ടുന്നില്ല. ഇവിടെ വിൻഷീൽഡ് നോക്കാം. വിൻഷീൽഡും നീറ്റായിട്ട് ഇരിക്കുന്നു. താഴേക്ക് വരികയാണെങ്കിൽ നമുക്കൊരു ഗ്രില്ലും നീറ്റായിട്ട് ഇരിക്കുന്നുണ്ട്. അതേപോലെ ലാമ്പും കാര്യങ്ങളൊക്കെ നോക്കാം. താഴെ ഫോഗ് ലാമ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇവിടെ ഫ്രണ്ടിൽ ബമ്പേഴ്സിലേക്ക് വരണമെങ്കിൽ ബമ്പേഴ്സ് നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ബമ്പേഴ്സ് നമുക്കിവിടെ കാണാൻ പറ്റും. ഇവിടെയും ലാമ്പ് നീറ്റായിട്ട് ഇരിക്കുന്നു. ഇവിടുത്തെ വീലാർസ് നോക്കാം. ഈ വീലാർസും നീറ്റായിരിക്കുന്ന വീലാർസും കൂടെ കാണാൻ പറ്റുന്നു. നല്ല ഗ്രിപ്പ് ടയേഴ്സ് ഒക്കെ ഉണ്ട്. അലോയ്സും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നു. 2 ഡോറിലേക്കും വരാം. 2 ഡോറും ഇവിടെ വൃത്തിയിൽ തന്നെ നീറ്റായിട്ടിരിക്കുന്ന ഡോർസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടുത്തെ വീലാർസ് നോക്കാം. ഈ വീലാർസ് ആയാലും നീറ്റായിട്ട് ഇരിക്കുന്നു. നല്ല ഗ്രിപ്പ് ടയേഴ്സ് ഒക്കെ തന്നെ. അലോയ്സും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന അലോയ്സും നമുക്ക് കൂടെ കാണാൻ പറ്റും. നമുക്ക് ബാക്കിലേക്ക് വരാം. ബാക്കിലേക്ക് ലിഡ് നോക്കാം. ഈ ലിഡും ഇവിടെ നീറ്റായിട്ടിരിക്കുന്ന ലിഡാണ് വന്നാണ്. ഒരു ഡീപ്പ് ഫോക്കസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. റിയറിൽ നമുക്ക് ആൻറ്റിനയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ലിഡ് നോക്കാം. ലിഡ് നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ലിഡ് നമുക്കിവിടെ കാണാൻ പറ്റും. ബമ്പേഴ്സിലേക്ക് വരാം. ബമ്പേഴ്സും നമുക്ക് റിവേഴ്സ് സെൻസേഴ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. സൈഡിലേക്ക് വരാം. ഇവിടുത്തെ വീലാർസ് നോക്കുമ്പോൾ ഇവിടെ ചെറിയ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. ടയേഴ്സ് ഓക്കെയാണ്. അലോയ്സൊക്കെ ഓക്കെയാണ്. 2 ഡോറും ഇവിടെ വൃത്തി തന്നെ ഇരിക്കുന്ന 2 ഡോർസും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഡോറിന് ഓപ്പൺ ചെയ്തിട്ട് ഇൻറ്റീരിയേഴ്സ് പരിചയപ്പെടാം. ഇവിടെ നല്ല പവർ വിൻഡോസും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. അതേപോലെ ഡോർ പാഡ്സൊക്കെ നോക്കാം. നീറ്റായിട്ടിരിക്കുന്നു. ഇവിടെ സീറ്റ്സ് നോക്കാം. സീറ്റ്സ് നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന സീറ്റ്സ് നമുക്കിവിടെ കാണാൻ പറ്റും. എന്നുണ്ടെങ്കിൽ ലെതറാണ്. അപ്പോൾ അതിൻ്റെ രീതിയിലുള്ള ചെറിയ മടക്കം നമുക്ക് കാണാൻ പറ്റും. പക്ഷേ വണ്ടി സീറ്റ്സ് പൊതുവെ ഓക്കെയാണ്. ഇവിടെ എയർ ബാഗ് സപ്പോർട്ട് വരുന്നുണ്ട്. മിഡിൽ നമുക്ക് മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ കാണാം. DSG ഗിയർ ബോക്സും കൂടെ കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ സ്കോഡയുടെ സ്റ്റിയറിംഗ് കൺട്രോൾസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. 1,72,000 കിലോമീറ്റേഴ്സാണ് വണ്ടി ഇപ്പോൾ നിലവിൽ കവർ ചെയ്തിരിക്കുന്നത്. പിന്നെ ഓട്ടോമാറ്റിക് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. നമുക്ക് പയ്യെ ഡോറൊന്ന് ക്ലോസ് ചെയ്തിട്ട് പാസഞ്ചർ സൈഡിലേക്കൊന്ന് വയ്ക്കാം. ഡോറ് നമുക്ക് ഇവിടെ നിന്ന് ഓപ്പൺ ചെയ്യാം. ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ഇവിടെയും കൺട്രോൾസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ സ്പീക്കേഴ്സ്, സൗണ്ട് സിസ്റ്റം കാര്യങ്ങൾക്ക് ബാഡ്ജിങ് നമുക്ക് കാണാൻ പറ്റും. ഇവിടെയും സീറ്റ്സ് നോക്കാം. സീറ്റ്സ് നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന സീറ്റ്സാണ്. ഹെഡ് റെസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ന്യായമായിട്ടുള്ള ലെഗ് റൂം വരുന്നുണ്ട്. റിയൽ AC വെൻറ്റ് വരുന്നുണ്ട്. ഇവിടെ നിന്നുള്ള വാഹനത്തിൻ്റെ വ്യൂ നോക്കാം. നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ഒരു ഇൻറ്റീരിയർ പോർഷനാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഡോറൊന്ന് ക്ലോസ് ചെയ്തിട്ട് എൻജിൻ ഭാഗവും അതേപോലെ ബൂട്ടും കാര്യങ്ങളൊക്കെ നോക്കിയേക്കാം. ഞാൻ ജസ്റ്റ് ലിഡ് അപ്പ് ചെയ്യാണ്. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സ്കോഡ ലോറയുടെ ആ ഒരു എൻജിൻ ഭാഗം. TDI എൻജിൻ ഓട്ടോമാറ്റിക്കാണ്. ക്യാമറ വളരെ സ്ലോയിലാണ് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും രീതിയിലുള്ള ഡാമേജോ അല്ലെങ്കിൽ ലീക്കേജ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കൂടെ നോക്കാം. അല്ല, നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ഒരു എൻജിൻ പോർഷൻ കൂടെ കാണാൻ പറ്റും. അതേപോലെ തന്നെ ലിഡ് നോക്കാം. ലിഡായാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ലിഡ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അല്ല, നീറ്റായിട്ടിരിക്കുന്ന ഒരു ലിഡും കൂടി നമുക്കിവിടെ കാണാം. ഓക്കെ, അപ്പോൾ ഇതിലൊക്കെയായിരുന്നു വണ്ടിയുടെ എൻജിൻ റൂമിൽ നിന്ന് കാണിക്കാനുള്ളത്. പയ്യെ നമുക്കിനി ബൂട്ടിലേക്ക് ഒന്ന് പോയേക്കാം. ജസ്റ്റ് ഇവിടെ നമുക്ക് ലോങ് പ്രസ് ചെയ്തിട്ട് ബൂട്ടൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇതാണ് വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ്. ബൂട്ട് സ്പേസ് നോക്കി അതിവിശാലമായിട്ടുള്ള ബൂട്ടാണ്. അതാ നല്ല വൃത്തി തന്നെ കിടക്കുന്ന ആ ഒരു ബൂട്ട്. അതേപോലെ തന്നെ ഇവിടെ
എഡ്ജസൊക്കെ നോക്കിയേക്കാം. എഡ്ജസ് ആയാലും നല്ല ക്വാളിറ്റി തന്നെ നിൽക്കുന്ന ഒരു എഡ്ജസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇവിടെ ലിഡ് നോക്കാം. ഈ ലിഡും നീറ്റായിട്ട് ഇരിക്കുന്നുണ്ട്. ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, സ്പെയർ വീലിലേക്ക് പോവുകയാണെങ്കിൽ സ്പെയർ വീൽ എവിടെയാ? ഓക്കെ, നല്ല ക്വാളിറ്റി ആയിരുന്ന സ്പെയർ വീലും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. സ്പെയർ വീൽ റൂമായാലും ഓക്കെ ആയിട്ട് ഇരിക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വണ്ടിയുടെ ഇൻറ്റീരിയർ വിശേഷങ്ങൾ. ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ വിശദമായിട്ട് സംസാരിക്കാം. അപ്പോൾ എല്ലാവരും ഈ സ്കോഡ ലോറ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ലോറ ഫാൻസ് ധൈര്യമായിട്ട് വന്ന് നോക്കി ഇഷ്ടപ്പെട്ട് എടുക്കാൻ പറ്റാവുന്ന വണ്ടിയും കൂടിയാണ്. അപ്പോൾ വാഹനത്തിൻ്റെ മോഡൽ പറയുകയാണെന്നുണ്ടെങ്കിൽ 2010 ഇതിൻ്റെ മോഡൽ നോക്കുന്നത്. 10 6 മാസം പുറത്തേക്കുന്ന വണ്ടിയാണ്. അതുകൂടാതെ തന്നെ ഇതിൻ്റെ രജിസ്ട്രേഷൻ വാലിഡിറ്റി ഒക്കെ നോക്കുകയാണെങ്കിൽ 2025 രജിസ്ട്രേഷൻ വാലിഡിറ്റിയും കാര്യങ്ങളൊക്കെ നോക്കണം ഒരു വണ്ടിയും കൂടിയാണ് ഈ സ്കോഡ ലോറ. പിന്നെ പറയേണ്ട ആവശ്യമില്ല, ഇഷ്ടംപോലെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നിറഞ്ഞിരിക്കുന്ന വണ്ടിയും കൂടിയാണ് ഈ സ്കോഡ ലോറ. നമുക്ക് റേറ്റിലേക്ക് അടക്കാം. റേറ്റ് ആസ്കിംഗ് പ്രൈസ് 4 lakhs rupees അത് ചെറിയ രീതിയിലൊക്കെ നെഗോഷ്യബിൾ ആയിരിക്കും. വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം, വോയിസ് അയച്ചേക്കാം, റിപ്ലൈയും കാര്യങ്ങളൊക്കെ തരുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ലോറയുടെ വിശേഷങ്ങൾ. ഒട്ടനവധി വാഹനങ്ങളുടെ വീഡിയോസ് വരുന്നുണ്ട്. ഡെയിലി അപ്ഡേറ്റ്സ് ആയിട്ട് ഫോളോ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.